சொல்லிக்கோ 6 മാസം കഴിയുമ്പോൾ കല്യാണമല്ലേ, അത് കഴിഞ്ഞാൽ രണ്ടായിരത്തോടെ വീട്ടിൽ നിന്ന് ചൊല്ലാം. എടാ കല്യാണത്തിന് കാര്യം ഉറപ്പിക്കില്ലേ, ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാവും. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അച്ഛൻ 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 10 ലക്ഷം രൂപ ശ്രീധരൻ കിട്ടുന്നുണ്ടല്ലേ? എടാ ശ്രീധരൻ എന്ന് പറയരുത്, സന്തോഷം കൊണ്ട് തരുന്നു, അത്രേ ഉള്ളൂ. ഹലോ, ആയിരുന്നു. ഞാൻ ഇപ്പൊ വരാവേ. എടാ ഞാൻ ഇപ്പൊ വരാവേ, പുറത്തു പോയി. എടാ നീ എങ്ങോട്ടാ പോന്നേ? ഒരത്യാവശ്യം ഞാൻ വരാം. എടി നീ ബസ് വിളിച്ച് വീട്ടിൽ പോകും കേട്ടോ. എടാ അവൻ എന്തൊക്കെ ചുറ്റിക്കളികളുണ്ട്. അവൻ പലപ്പോഴും ഇങ്ങനെ പോകാറുണ്ട്, എന്നിട്ട് വീട്ടിലേക്ക് ഒരു പുതിയായിട്ട് വന്നതാണ്. എന്നാന്ന് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല. ഇത് അത് തന്നെയാ എനിക്കും തോന്നിയായിരുന്നു, മയക്കുമരുന്നല്ലേ? എനിക്കിപ്പോ എന്തായാലും അവന്റെ വീട്ടിലോട്ടൊന്നും വരാൻ പറ്റുകയില്ല. നീ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം. അവനെ കയ്യോടെ പോകുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഇവിടുന്നല്ലേ? എന്നാടാ? ഒന്നുമില്ല ചാ. അയ്യോ, എടാ എന്നാടാ നിന്റെ കയ്യിൽ ഒരു പൊതി കണ്ടല്ലോ? ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സോ? ഡ്രഗ്സ് അല്ലാതെ പിന്നെ ഇതെന്നാടാ? അയ്യോ ഇത് ഡ്രഗ്സ് അല്ല, പപ്സാ, നല്ല ചൂട് പപ്സ്. പപ്സ് എന്തിനാ പിന്നെ നീ ഇങ്ങനെ കൊണ്ടിരുന്നത്? ആരെങ്കിലും കണ്ടാ ചോദിക്കും, ഇതിപ്പോ ഓർമ്മയെന്ന് കൂടെ നല്ല മൊരിഞ്ഞ് ചൂട് പപ്സാ.